ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യം. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, നിനക്ക് സ്വർഗരാജ്യം വേണമെങ്കിൽ നീ ബലം പ്രയോഗിക്കണം, ശക്തി പ്രയോഗിച്ചിട്ട് വേണം നിനക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട്. ആരോടാണ് ഞാൻ ശക്തി പ്രകടിപ്പിക്കേണ്ടത്? എന്നോട് തന്നെ കേട്ടോ, മറ്റുള്ളവരോടല്ല. നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ബലപ്രയോഗം നമ്മൾ മറ്റുള്ളവരോട് നടത്താറുണ്ട് അല്ലേ? ഈ ഭൂമിയില് ഭൗതികമായ പല നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റു പലരോടും നമ്മൾ ബലപ്രയോഗം നടത്താറുണ്ട്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളോട് തന്നെ നമ്മൾ ബലപ്രയോഗം നടത്താറുണ്ട്. പക്ഷേ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ ജീവിതത്തില് നിന്നോട് തന്നെ ബലം പ്രയോഗിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ചിന്ത. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ചിന്തയിലോ ജീവിക്കുന്ന വ്യക്തികളല്ലാതായി പോവുക. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഭൗതികമായ ഈ ജീവിതത്തെക്കുറിച്ചും ഈ ലോക സുഖങ്ങളെ കുറിച്ചും മാത്രമാണ്. ഈ ലോക ജീവിതത്തിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല. എല്ലാ സുഖങ്ങളിലും ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കും, ഇഷ്ടംപോലെ സഹനങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കും, ഒരു പ്രശ്നമില്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന സഹനം? സ്വർഗരാജ്യത്തിന് വേണ്ടി സഹനം ഏറ്റെടുക്കാനായിട്ട്, എന്നോട് തന്നെ ബലം പ്രയോഗിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഇഷ്ടങ്ങളോട്, എൻ്റെ ആഗ്രഹങ്ങളോട്, എൻ്റെ സമയത്തോട് എന്നോട് തന്നെ ബലം പ്രയോഗിച്ച് അതിനെ നിയന്ത്രിച്ച് അതിനെ കീഴടക്കി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ബലപ്രയോഗം എന്നോട് തന്നെ നടത്താത്തിടത്തോളം കാലം ഒന്ന് ഓർക്കുക, നമുക്കൊരിക്കലും ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ബലം പ്രയോഗിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളോട്, ഈ ലോകത്തിലെ മോഹങ്ങളോട് നോ പറയുവാനായിട്ട്, അവയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, നമ്മളെ തന്നെ നിയന്ത്രിച്ച് നമ്മളോട് തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.